ശ്രീ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരവും ധർമ്മസംസ്ഥാപകനും അദ്വിതീയ യോദ്ധാവും യദുകുലാധിപതിയുമായ ശ്രീകൃഷ്ണൻ തന്റെ അവതാര പൂർത്തീകരണത്തിന് ശേഷം ഇഹലോകവാസം അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം തന്റെ കാൽപാദങ്ങളിൽ തറച്ച അമ്പിനാലായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ കാൽപാദങ്ങൾ തന്നെ ഇതിനായി തിരഞ്ഞെടുത്തത്? ശ്രീകൃഷ്ണന്റെ മുൻജന്മമായ ശ്രീരാമാവതാരത്തിൽ രാമൻ തന്റെ വിശ്വസ്തനായ ഭക്തനായ ബാലിയെ മരത്തിന്റെ പിന്നിൽ ഒളിച്ചുനിന്നുകൊണ്ട് അമ്പെയ്തു കൊല്ലുകയായിരുന്നു. എനിക്ക് മുന്നിൽ നിന്ന് എന്നോട് യുദ്ധം ചെയ്തു ജയിക്കാമായിരുന്നില്ലേ എന്ന ബാലിയുടെ ചോദ്യത്തിന് ശ്രീരാമൻ മറുപടി നൽകി, നിന്റെ പാപത്തിന്റെ ഫലം നിനക്ക് ഇങ്ങനെയൊരു മരണം നൽകി. എന്റെ ഈ പാപത്തിന്റെ ഫലം അടുത്ത ജന്മം ഞാൻ തീർച്ചയായും അനുഭവിക്കും. കാലങ്ങൾ കടന്നുപോയി. ദ്വാപരയുഗത്തിൽ ഭൂമിയിലെ തന്റെ അവതാരകാലം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്ന കൃഷ്ണൻ ദ്വാരക് വിട്ട് ഒരു വനഭാഗത്തേക്ക് പോയി. അവിടെ ഒരു മരച്ചില്ലയിൽ കുറച്ചു നിമിഷം വിശ്രമിച്ചു. കൃഷ്ണൻ ദൈവം ആയിരുന്നിട്ടും മരച്ചില്ലയിൽ വിശ്രമിച്ച തന്റെ പാദങ്ങളിൽ ജര എന്ന വേടന്റെ അമ്പുകൾ ഏറ്റുവാങ്ങി ഒരു സാധാ മനുഷ്യനെ പോലെ തന്നെ എളുപ്പത്തിൽ മരിക്കാൻ തയ്യാറായി. മനുഷ്യശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ, പാപഭാരമില്ലാത്ത, ഇപ്പോഴും ഭൂമിയെ സ്പർശിച്ചു മനുഷ്യഭാരത്തെ വഹിച്ചുകൊള്ളുന്ന കാൽപാദങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവനീതിയുടെ ഒരു മഹത്തായ സന്ദേശം ഇതിൽ ഉണ്ടായിരുന്നു. ഈ ലോകത്തു വന്നവർക്കെല്ലാം മരണമുണ്ട്. എല്ലാത്തിനും അവസാനമുണ്ടാകും. ജീവിതത്തിൽ ഓരോ കർമ്മത്തിനും അതിന്റെ ഫലമുണ്ട്. ദൈവം പോലും അതിൽ നിന്നും ഒഴിവായിട്ടില്ല.